ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഹന്നൂസ് കുക്കിംഗ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് എളുപ്പത്തിലൊരു സാമ്പാർ ഉണ്ടാക്കാം. ഞാനിവിടെ വെജിറ്റബിൾസ് എല്ലാം തൊലി കളഞ്ഞ് വൃത്തിയാക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. സാമ്പാറിന് ആവശ്യമായ പുളി നമുക്ക് വെള്ളത്തിലിട്ട് വയ്ക്കാം. ഞാനിവിടെ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട്. അത് ഞാനിവിടെ വെള്ളത്തിലിട്ട് വയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് പരിപ്പെടുക്കാം. ആവശ്യമായ പരിപ്പിട്ട് ഈ പരിപ്പ് നമുക്ക് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി കുക്കറിലോട്ട് വേകാനായിട്ട് വെക്കാം. കഴുകി വൃത്തിയാക്കിയ പരിപ്പ് നമുക്ക് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്കർ അടുപ്പിലോട്ട് വെച്ചിട്ട് 1-2 വിസിൽ കേൾപ്പിച്ചെടുക്കാം. വെജിറ്റബിൾ എല്ലാം ഞാനിവിടെ അരിഞ്ഞെടുത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പരിപ്പ് എന്തോന്ന് നോക്കി അതിലേക്ക് വെജിറ്റബിൾ ഇട്ട് കൊടുക്കാം. പരിപ്പ് ഇവിടെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി വെജിറ്റബിൾ എല്ലാം പരിപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിന്. അവരവർക്ക് ഇഷ്ടം അനുസരിച്ച് പുളിവെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരു ചെറിയ കഷ്ണം കായം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് വേവാനായിട്ട് വെക്കാം. 2-3 വിസിൽ കേൾക്കുമ്പോഴത്തേക്ക് വെജിറ്റബിൾ എല്ലാം റെഡിയാവും. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 സാധനം കൂടി ചേർത്ത് കൊടുക്കണം. മുരിങ്ങയ്ക്കായും വെണ്ടയ്ക്കായും കൂടി. അത് ഞാൻ ആദ്യമേ ഇതിനകത്ത് ഇടാത്തത് വെന്ത് കുഴഞ്ഞു പോകുന്ന കരുതിയിട്ടാണ്. ഇനി നമുക്ക് ഇതിലേക്ക് വെണ്ടയ്ക്കായും മുരിങ്ങയ്ക്കായും ഇട്ട് കൊടുക്കാം. വെണ്ടയ്ക്കായും മുരിങ്ങയ്ക്കായും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഞാൻ വെണ്ടയ്ക്ക വഴറ്റാതെ തന്നെയാണ് ഇട്ട് കൊടുത്തത്. നല്ല ടേസ്റ്റ് കാണും അതിനകത്ത്. അതിവിടെ കിടന്നൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് പൊടികൾ ചൂടാക്കി എടുക്കാം. ഞാനിവിടെ ചട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് സവാള ഒന്ന് ചെറുതായിട്ട് വഴറ്റിയിട്ട് അതിലേക്കാണ് ഞാൻ പൊടികൾ ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകും സാമ്പാറിന്. ആദ്യം നമുക്ക് പൊടികളൊക്കെ ഒന്ന് എടുത്ത് റെഡിയാക്കി വെക്കാം. ചട്ടി ചൂടാകുമ്പോഴത്തേക്ക് ഞാൻ ഇതിലേക്ക് കുറച്ച് സാമ്പാർ പൊടി ഇട്ട് കൊടുക്കുകയാണ്. പകുതി സാമ്പാർ പൊടിയും പിന്നെ നമ്മൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടിയാണ് ചേർത്താണ് സാമ്പാർ ഉണ്ടാക്കുന്നത്. സാമ്പാർ പൊടി ഇത്രയും മതിയാവും. ഇനി നമുക്കിതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഞാൻ എന്താ ഇവിടെ 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ നല്ല നിറച്ച് മല്ലിപ്പൊടിയും ചേർക്കുന്നുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ഉലുവാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ പൊടിയെല്ലാം ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഉള്ളി വഴറ്റിയിട്ട് അതിലേക്ക് ഇതിട്ട് ഒന്ന് ചൂടാക്കി സാമ്പാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇവിടെ ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി കുറച്ച് വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ചൂടായ എണ്ണയിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള സവാള നല്ലതുകൊണ്ട് വഴന്ന് വരേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി. സവാള ഇവിടെ ചെറുതായിട്ട് വാടിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന പൊടി ഇട്ടും ഇനി തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് നമുക്ക് സാമ്പാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത്ര മതിയാവും. നമുക്കിനി ഇത് സാമ്പാറിലോട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ സാമ്പാർ ഇവിടെ കിടന്ന് നല്ലതുപോലെ ഒന്ന് തിളച്ച് അരപ്പെല്ലാം കഷ്ണങ്ങളിൽ പിടിച്ച് നല്ലതുപോലെ റെഡിയാവട്ടെ. അങ്ങനെ നമ്മുടെ അടിപൊളി സാമ്പാർ ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കിത് കടുക് വറുത്തെടുക്കാം. ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട്
അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ, കടുക്, ചെറിയ ഉള്ളി, കറിവേപ്പില, വറ്റൽമുളക് ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് കടുക് വറുത്ത് സാമ്പാറിലോട്ട് ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. വെറും കറിവേപ്പിലയും മുളകും ചേർക്കാവുന്നതാണ്. കടുകിട്ട് കൊടുക്കാം. വറ്റൽമുളക്, കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചിട്ട് നമ്മൾ സാമ്പാറിലേക്ക് ഒഴിച്ചു. നമ്മളെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ അടിപൊളി സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.